സൂപ്പർ 8 ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യക്ക് കനത്ത ആഘാതമാണ് മുഹമ്മദ് സിറാജിന്റെ പരിക്ക്. ഹാർദിക് പാണ്ഡ്യയുടെ കരുത്തുറ്റ ഷോട്ട് നേരിട്ട് കാലിൽ കൊണ്ടതാണ് പരിക്കിലേക്ക് നയിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ നെറ്റ്സിൽ പാണ്ഡ്യ ബാറ്റിംഗിന് പരിശീലനം നടത്തുമ്പോഴായിരുന്നു സംഭവം. പാണ്ഡ്യ അടിച്ച അതിവേഗത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് തടയാൻ ശ്രമിക്കുന്നതിനിടെ പന്ത് സിറാജിന്റെ ഇടത് കാൽമുട്ടിൽ ശക്തിയായി പതിക്കുകയായിരുന്നു. പന്ത് അടിച്ച വേഗതയിൽ പ്രതികരിക്കാൻ പോലും സിറാജിന് സമയം ലഭിച്ചില്ല. പന്ത് മുട്ടിൽ കൊണ്ട ഉടൻ തന്നെ താരം വേദന കൊണ്ട് ഗ്രൗണ്ടിൽ തളർന്നിരുന്നു. പരിശീലനം ഉടൻ നിർത്തിവെക്കുകയും സഹതാരങ്ങളും കോച്ചിംഗ് സ്റ്റാഫും ഓടിയെത്തുകയും ചെയ്തു. ടീം ഫിസിയോയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഉടൻ തന്നെ സിറാജിന് പ്രാഥമിക ചികിത്സ നൽകി. വീക്കം കുറയ്ക്കുന്നതിനായി മുട്ടിൽ ഐസ് പാക്കുകൾ വെച്ചു. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എഴുന്നേറ്റെങ്കിലും മുടന്തിക്കൊണ്ടാണ് താരം മൈതാനം വിട്ടത്. സിറാജിന്റെ പരിക്കിന്റെ ഗൗരവം BCCI ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അടുത്ത 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ അദ്ദേഹം കളിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. ഈ ലോകകപ്പിൽ ഇന്ത്യയെ പരിക്കുകളും അസുഖങ്ങളും വിടാതെ പിന്തുടരുകയാണ്.